ലഹരിയുമായി ബന്ധപ്പെട്ട അന്വേഷണം സിനിമയിലേക്കും നീളുന്നു. പിന്നണി ഗായകർ, യുവ നടന്മാർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. ഇവരുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച തെളിവുകൾ എക്സൈസ് ശേഖരിച്ചു കഴിഞ്ഞു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി കിട്ടിയാൽ മാത്രം ചോദ്യം ചെയ്യാനാണ് എക്സൈസിൻ്റെ തീരുമാനം. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. ശ്യാം, ചലച്ചിത്ര ലോകത്ത് ഈ മയക്കുമരുന്നിൻ്റെയും ലഹരി മരുന്നിൻ്റെയൊക്കെ സ്വാധീനം വളരെ കൂടുതലാണെന്ന് പരാതി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എന്നാൽ ഇതൊരു വ്യവസായമായതുകൊണ്ടും പല കാരണങ്ങളാലും ഈ ഒരു ഗ്ലാമർ ഇൻഡസ്ട്രിയിലേക്ക് പലപ്പോഴും എക്സൈസ് കടന്നു ചെല്ലാൻ അറയ്ക്കും. ഇപ്പോൾ പുതിയ തീരുമാനം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയിടെയാണ് പോലീസ് ചില സംഗീത പാട്ടുകാരുടെ പുറകെയൊക്കെ കൂടിയത്. അങ്ങനെ നടത്തിയ ചില അന്വേഷണത്തിൽ യുവ ഗായകരിൽ പലരും ലഹരി ഉപയോഗിച്ച് സ്റ്റേജിൽ കയറുന്നതായി കണ്ടെത്തിയിരുന്നു. അതിൻ്റെ തുടരന്വേഷണത്തിലാണ് പിന്നണി ഗായകരായ ചിലരിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നത്. ഇവരും സ്റ്റേജ് പരിപാടികൾക്ക് പോകുമ്പോൾ പലരും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും പതിവായി ഈ ലഹരി ഉൽപ്പന്നങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൽ പിന്നണി ഗായകരിൽ ചില വനിതകളുമുണ്ട്. അവരും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ്റെ വാഹനത്തിൽ നിന്ന് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ തെളിവുകളൊക്കെ വരുമ്പോഴും ഇതിന് ചോദ്യം ചെയ്യുന്നതിനോ തുടരന്വേഷണത്തിനോ അനുമതി ആവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചിരിക്കുകയാണ് എക്സൈസ്. കാരണം മുൻപ് ആലപ്പുഴയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്ന സാഹചര്യത്തിൽ എക്സൈസ് മൊത്തത്തിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അനുമതി ഉണ്ടെങ്കിൽ മാത്രം നടപടി എന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് തങ്ങളുടെ ജോലിയെ ബാധിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഉന്നതതലത്തിൽ നിന്ന് അനുമതി കിട്ടിയാൽ ഈ പിന്നണി ഗായകരിലേക്കും ഈ യുവ നടന്മാരിലേക്കുമൊക്കെ അന്വേഷണം കൊണ്ടുപോകാനും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനുമാണ് എക്സൈസിന്റെ തീരുമാനം. SKN.